അടൂട്ട് പടിഞ്ഞാറെ വീട് തറവാട്ടിൽ ജനറൽ ബോഡി യോഗവും ആദരിക്കലും അനുമോദനവും നടന്നു. അടൂട്ട് പടിഞ്ഞാറെ വീട് തറവാട് ജനറൽ ബോഡി യോഗവും 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന തറവാട്ടംഗങ്ങളെ ആദരിക്കലും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും നടന്നു. തറവാട് പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ പെരിയയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. തറവാട് ജനറൽ സെക്രട്ടറി ടി കമലാക്ഷൻ തറവാടിന്റെ ആവശ്യകതയെക്കുറിച്ചും അംഗങ്ങളുടെ ക്ഷേമത്തിനാവശ്യമായ ഭാവി പരിപാടികളെക്കുറിച്ചും വിശദീകരിച്ചു. ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ തറവാട് എന്നുള്ളതൊക്കെ തറവാടായാലും പല വിധത്തിലുള്ള നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളായാലും ആ സയൻസിന്റെ ഇന്നർ സയൻസിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ലഭിക്കുന്ന അറിവിന്റെ ബാഹ്യതലത്തിൽ എത്രമാത്രം നമുക്ക് അറിവുകൾ ഈ ലോകത്ത് നേടാനുണ്ടോ, അനന്തമായിട്ടുണ്ടോ, അതേപോലെ തന്നെ ആന്തരികമായ അനുഭവങ്ങൾ കൂടി മാത്രമേ നമുക്ക് ഈ അനന്തമായ അറിവിനെ പ്രാപിക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെയൊക്കെ ദൃഷ്ടാന്തങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ സംസ്കാരം രൂപം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഒക്കെ തന്നെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തറവാട് വളരെ പ്രധാനമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തറവാടിന്റെ ഭാഗമായിട്ട് മാറണം എന്ന് പറയുന്നത്. പരിപാടിയിൽ വെച്ച് 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളായ പി വെള്ളച്ചി, കാരിച്ചി കുതിരുമ്മൽ, അമ്മിണി ചിത്താരിക്കടപ്പുറം, കുട്ടിച്ചി മാണിക്കോത്ത്, ചിരുത കുതിരുമ്മൽ എന്നിവരെ പൊന്നാടയണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു. LSS, SLC, +2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു. തറവാട് കാരണവർ കുട്ടിയൻ മാടിക്കാൽ, ടി ഗംഗാധരൻ, ടി ഗോപാലൻ, ഹരീഷ് പെരളം, PK സുനിൽ, ശശി കോട്ടിക്കുളം, ടി മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ജനറൽ ബോഡി യോഗത്തിൽ പുതിയ ഭാരവാഹികളായി ടി രാമകൃഷ്ണൻ പെരിയെ പ്രസിഡന്റായും, ടി മുരളീധരൻ കല്യാൺ റോഡിനെ സെക്രട്ടറിയായും, ടി ഗോപാലൻ പെരളത്തെ ഖജാൻജിയായും, ഭാസ്കരൻ കുതിരുമലിനെ വൈസ് പ്രസിഡന്റായും, കെ വിനയ് കല്യാൺ റോഡിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.